നമസ്കാരം. നമ്മള് പൂവാർ റിസോർട്ടില് ഞാനും സുജാവയും പിന്നെ അന്നമ്മച്ചി ബിന്ദുവൊക്കെ ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ കണ്ടൽക്കാടുകളിലൂടെയുള്ള ഒരു ചെറിയൊരു ബോട്ട് യാത്രയാണ്. വളരെ മനോഹരമായ കണ്ടൽക്കാടുകൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോവുകയാണ് സഹോദരങ്ങളെ. എങ്ങനെയാണ് ഇതിനെ ഇത്ര ഭംഗിയായിട്ട് ഇതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയതെന്ന് എനിക്കറിയാൻ പാടില്ല. ഇതിൽ കാണുന്നതിനേക്കാൾ എത്രയോ സുന്ദരമാണ് നമ്മൾ നേരിട്ട് കാണുന്ന കാഴ്ചയെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. പിന്നെ സുജാമയുടെ പുതിയ മൊബൈലായ കാരണം വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെയാണ് കാണുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളും ആസ്വദിക്കാൻ ഞങ്ങളുടെ ഈ ഒരു സന്തോഷത്തില്. ഓക്കെ, ആരെങ്കിലൊക്കെ ലൈവിലുണ്ടെങ്കിൽ വന്നോളൂ കേട്ടോ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അതെ, കണ്ടൽക്കാടുകളുടെ എണ്ണമോ എന്തെങ്കിലുമൊക്കെ ചോദിച്ചോളൂ. ഞങ്ങള് അറിയാവുന്ന ഉത്തരങ്ങളൊക്കെ പറഞ്ഞുതരാം. എന്തായില്ലേ, നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ഭംഗിയുള്ള ഗ്രഹം ഏതാന്ന് വെച്ചാൽ ഭൂമി തന്നെയാണ്. ആ ഭൂമിയില് ഈ തിരുവനന്തപുരം സിറ്റിയിൽ ഇങ്ങനെ ഒരു പൂവാർ റിസോർട്ടും ഈ കണ്ടൽക്കാടുകൾ നിറഞ്ഞ ഒരു ബോട്ട് യാത്ര വളരെ രസകരമായിട്ടുണ്ട്. നമ്മുടെ മനസ്സ് കുളിർമയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളും ആസ്വദിക്കാൻ നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകളും അറിയിക്കുക. ഞാൻ സുജാമയ്ക്ക് കൊടുക്കാം. കവിത ചൊല്ല. ഹലോ ഹലോ, ആരെങ്കിലും ലൈവിലുണ്ടോ? നിങ്ങളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പൂവാർ റിസോർട്ടിൽ നിന്നും കുറച്ചകലെയായിട്ട് നമ്മളൊരു ബോട്ട് യാത്രയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങകലെ എന്തോ കാണുന്നുണ്ടല്ലോ, അതെന്തായിരിക്കും? അപ്പൊ കണ്ടൽക്കാടുകൾക്കിടയിലൂടെയുള്ള ഒരു യാത്രയാണ്. ഞങ്ങൾ വരുന്ന വഴിക്കൊക്കെ കൊച്ചുകുട്ടികളും പ്രായമുള്ളവരൊക്കെ ഈ പുഴയിൽ കുളിക്കുന്നതൊക്കെ കണ്ടായിരുന്നു കേട്ടോ. അവരുടെ പേരൊക്കെ ചോദിച്ചു തന്നെയാണ് പോകുന്നത്. അമീർ, പിന്നെ അനസ്, അങ്ങനെ എന്തൊക്കെയോ പേരൊക്കെ പറഞ്ഞ് അവർ ഉച്ചത്തിൽ അവരുടെ പേരുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ സന്തോഷവും നമ്മുടെ സന്തോഷമൊക്കെ ആസ്വദിച്ച് തന്നെയാണ് ഈ യാത്ര മുന്നോട്ട് പോകുന്നത്. അവിടെ നോക്കൂ, അവിടെ വെള്ള കൊറ്റികൾ എന്നാണ് പറയുന്നത്. ഇവിടെ ഞങ്ങൾ കൊക്കുകളെന്ന് പറയും, കൊക്കുകളെന്നും പറയും, കൊറ്റികൾ നിപ്പുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ ഈ ദൃശ്യത്തിൽ? ഓക്കെ, അവിടെ എന്താണ്, കടലിലേക്ക് ബീച്ചിലേക്കുള്ള വാതിലാണോ അത്? ആണോ ചേട്ടാ അത്? ബീച്ചിലേക്കുള്ള അവിടെ രണ്ടുമൂന്ന് പേര് ചൂണ്ടയിടുന്നുണ്ട്. ചൂണ്ടയിൽ നല്ല മീൻ കിട്ടുമെന്ന് തോന്നുന്നു, അല്ലാണ്ട് അവരങ്ങനെ ഇരിക്കത്തില്ലല്ലോ. ഡെയിലി വരുന്നവരായിരിക്കും. കേരളത്തിന്റെ ഭംഗിയാണ് നമ്മൾ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ ഭംഗിയെന്ന് നോക്കി. അങ്ങകലെ കാണുന്നത് എന്തായിരിക്കും സുജാമേ? വായിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എന്തായാലും ബോട്ട് നമുക്ക് അങ്ങോട്ട് തന്നെ പോകുന്നത് നമുക്ക് കാണാം എന്തായിരിക്കും എന്നുള്ളത്. നിങ്ങൾ കാണൂ, കേരനിരകൾ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതി രമണീയമായ, ഒരു വശത്ത് എന്താ പറയുന്നത്, കേരവൃക്ഷങ്ങളും ഒരു വശത്ത് കണ്ടൽക്കാടുകളും അങ്ങനെ കൊറ്റികളും ഒക്കെ നിറഞ്ഞിട്ടുള്ള മനോഹരമായ ഒരു ദൃശ്യമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്താണ്, റിസോർട്ടാണോ ഇത്? മറ്റൊരു റിസോർട്ടാണോ എന്നൊരു സംശയമുണ്ട്. നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില്ലീസ് റെസ്റ്റോറന്റ് ആണോ അത്? അപ്പൊ നമ്മുടെ അന്നമ്മിച്ചി കമന്റ് പറഞ്ഞിട്ടുണ്ട് ചില്ലീസ് ഫ്ലോട്ടി റെസ്റ്റോറന്റ് എന്നാണ്. അപ്പൊ പുഴയുടെ നടുക്കാണ് നമ്മൾ ഈ കാണുന്ന റെസ്റ്റോറന്റ്. വളരെ രസകരമായിട്ടായിരിക്കും അല്ലെ അതിന്റെ അകത്ത്. എന്തായാലും മത്സ്യവിഭവങ്ങൾ തന്നെയായിരിക്കും അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ മരുഭൂമിയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രതീതിയുണ്ട്. കാരണം തൊട്ടപ്പുറത്ത് മരുഭൂമി നിറഞ്ഞ മണലാരണ്യത്തിലൂടെയാണ് നമ്മുടെ ബോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലാണ് അവിടുത്തെ കാഴ്ചകള്. ഈ ആകാശം നോക്കി, ഇത്രയും മനോഹരമായ ആകാശത്തിന് കീഴെ മണലാരണ്യങ്ങളും ഈ പ്രകൃതിയോട് നിറഞ്ഞിരിക്കുന്ന ഓരോ ജീവികളും നമ്മൾ വളരെ കുളിർമ അണിയിക്കുകയാണ്. അപ്പൊ സീ ഫുഡ് കോർണറാണിത്. ചില്ലീസ് ഫ്ലോട്ടി റെസ്റ്റോറന്റ് ആണിത്. അവിടുത്തെ ഫോൺ നമ്പർ കേട്ടിട്ട് പൂവാർ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. എന്തോ എന്താന്നാ പറഞ്ഞേ? ഫ്ലോട്ടി റെസ്റ്റോറന്റ്. ഇതിപ്പോ ദോശ. ഇവിടെ സീ ഫുഡ്
കോർണർ ആണെങ്കിൽ ഇപ്പുറത്ത് നമുക്ക് ശരവണ ഭവന്റെ പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ആണുള്ളത്. 49 വെറൈറ്റി ദോശ സ്പെഷ്യൽ ഉണ്ട്. 100% പ്യൂർ വെജിറ്റേറിയൻ ആണ്. ഇനി അടുത്തൊരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സെന്റ് ആര്യ ഭവൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് നടക്കുന്നുണ്ട്. അവിടെ ശരിക്കും മരുഭൂമി ആണോ എന്ന് തോന്നിപ്പോകും കേട്ടോ. കടലാണോ അത്? കടല്. നമ്മളിവിടെ ശരവണ ഭവന്റെ മുമ്പിൽ നിർത്തിയിട്ടുണ്ട്. ദോശ ഉണ്ടോന്ന് നോക്കട്ടെ. ഇറങ്ങണ്ട. അപ്പൊ നമ്മൾ ശരവണ ഭവനിൽ ചേട്ടൻ വന്നിട്ട് അവരുടെ മെനു കാർഡായിട്ട് വന്നിട്ടുണ്ട്. എനിക്കൊരു കോഫി. വേറെ സ്നാക്സ് എന്തെങ്കിലും? പക്കോട ഉണ്ട്, വെജ് പക്കോട ഉണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, സാൻഡ്വിച്ച് ഉണ്ട്. സാൻഡ്വിച്ച് എന്താ? വെജ് സാൻഡ്വിച്ച് ഉണ്ട്, വെജ് ചീസ് സാൻഡ്വിച്ച് ഉണ്ട്. വെജ് മതി. വെജ് സാൻഡ്വിച്ച്. എനിക്ക് വേണ്ട സാൻഡ്വിച്ച്. വേറെ എന്തല്ല? പക്കോട ഉണ്ട്. പക്കോട ഏതിന്റെ? ഓണിയൻ പക്കോട, വെജ് പക്കോട, പനീർ പക്കോട ഉണ്ട്, ക്രിസ്പി ചില്ലി പൊട്ടറ്റോ. ഓനിയൻ പക്കോട. ഓനിയൻ ഓണിയൻ പക്കോട, ഒരു സാൻഡ്വിച്ച്. രണ്ട് സാൻഡ്വിച്ച്. രണ്ട് സാൻഡ്വിച്ച് വേണ്ട. ഓനിയൻ പക്കോട ഒരു പക്കോട അപ്പൊ ഇത് വെയിറ്റ് ചെയ്യണം. കുറച്ച് സ്ഥലം കൂടി അങ്ങോട്ടുണ്ട്, അത് നോക്കിട്ട് അപ്പോഴത്തേക്കും എടുത്തു വെക്ക്. ഓക്കെ. അപ്പൊ നമ്മള് ശരവണ ഭവനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് 2 സാൻഡ്വിച്ച്, ഒരു ഒനിയൻ പക്കോട. സുജാമ എന്താ പറഞ്ഞേ? സുജാമ ഒന്നും പറഞ്ഞില്ല. എന്താ കുട്ടി? എനിക്ക് ഒരുപാടായി. അപ്പൊ നമ്മുടെ ബോട്ട് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടന്റെ പേരെന്താ? മൈക്കിൾ എന്നാണ് നമ്മുടെ ബോട്ട് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടൻ. ചേട്ടന്റെ വീട് എവിടെ ശരിക്കും? വിഴിഞ്ഞം. എത്ര നാളായി ബോട്ടിൽ ഇങ്ങനെ ചെയ്യാൻ? 7 വർഷമായി. ഇഷ്ടമാണോ ചെയ്യുന്നത്? അപ്പൊ നമ്മുടെ മൈക്കിൾ ഏട്ടനാണ് നമ്മളെ നിയന്ത്രിച്ച് നമ്മൾ സേഫ് ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് സ്ഥലം കൂടി ഉണ്ട്. അപ്പോ നമ്മള് ശരവണ ഭവനില് 4 കോഫിയും സാൻഡ്വിച്ചൊക്കെ ഓർഡർ ചെയ്തിട്ട് അവരിപ്പം നമ്മൾ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് റെഡിയാവുമെന്ന് പറഞ്ഞേക്കണം. അപ്പൊ നമ്മളിവിടെ എനിക്ക് അവിടെ ഒരു ഒട്ടകത്തെ കാണുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത് മണലാരണ്യം ആണോ എന്ന് എനിക്ക് സംശയം എന്ന് പറഞ്ഞത്. വേണ്ട വേണ്ട. എന്നാ കോഫി ഇപ്പൊ കിട്ടും. ബീച്ചിൽ പോണ്ട, കോഫി വാങ്ങിച്ചിട്ട് വേറെ പോവാം. അതാവും നല്ലത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. 2 ഒട്ടകോട്ടുണ്ട്. 2 കൂടുതലുണ്ടെന്ന് തോന്നണം. പിന്നെ അവിടെ കുറെ പിള്ളേര് പട്ടം പറത്തുന്നുണ്ട്. പൂവാറ് ബീച്ചാണ് നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേരുന്ന സ്ഥലമാണ്. ഏത് രണ്ടും കൂടെ? ബീച്ചും കായലും ബീച്ചും ചേരുന്ന ഒരു സ്ഥലമാണ്. കൂടുതൽ പറയൂ അന്നമ്മച്ചി. കൂടുതലൊന്നും അറിയില്ല. ഞാനിപ്പോ ആദ്യമായിട്ട് പോവാണ്. ഈ ബിന്ദു കാരണം വന്നു. ബിന്ദു കാരണമാണ് വന്നേക്കുന്നത്. അപ്പൊ ഞങ്ങള് തമാശയായിട്ടാണെങ്കിലും പറഞ്ഞു ഞങ്ങള് 3 പേരും കൊണ്ടുവരാൻ വേണ്ടിട്ട് ഞങ്ങളുടെ എമ്പുരാനാണ് ഇവിടെ ഇരിക്കുന്നത്. എമ്പുരാൻ. ഓക്കെ. അപ്പൊ നമ്മള് ശരവണ ഭവനില് വെയിറ്റ് ചെയ്യാണ്. 4 കോഫിക്കും 2 സാൻഡ്വിച്ചിനും ഒരു പക്കവട. അല്ലേ? പക്കോട അല്ലല്ലോ, ഓനിയൻ പക്കോട. നാളെ തൊട്ട് അങ്ങ് പട്ടിണിയില്ല. ആരൊക്കെയോ കമന്റ് ഇട്ടിട്ടുണ്ട്. പേരൊക്കെ പറഞ്ഞു. നമ്മളിവിടെ ഒന്ന് കഴിക്കുമോ? പിന്നെ അത് പ്രകാശ് സാമുല് ഈസ് വാച്ചിങ്. ഹലോ പൊളിക്കുക ആണല്ലോ ജെസിക്കുട്ടിയെന്ന്. ആ ചേട്ടന് കൂടി ചായ പറഞ്ഞില്ലേന്ന്. അയ്യോ സത്യം അത് പറ്റത്തില്ല. ഒരു കോഫി കൂടി നമുക്ക് ഇത് കണ്ടോണ്ടിരിക്കുന്ന ഒരാള് സജസ്റ്റ് ചെയ്തിരിക്കുക ചേട്ടൻ കോഫി കൊടുക്കാൻ. അപ്പൊ തീർച്ചയായിട്ടും പ്രകാശെ തീർച്ചയായിട്ടും നമുക്ക് മൈക്കിളേട്ടന് നമ്മള് തീർച്ചയായിട്ടും കോഫി ഓർഡർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ചിപ്ടെക് ബാബു ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോണ്ടിരിക്കുക. എന്തായാലും വളരെ സന്തോഷം. ഞങ്ങളുടെ സന്തോഷത്തിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കാനുള്ള ഒരു ശ്രമമാണ്. ഹേമ എത്തിയിട്ടുണ്ട്. ഹേമ സന്ദീപില്ലേ പാട്ടൊക്കെ പാടുന്നത്. വളരെ സന്തോഷം നമ്മുടെ ലൈവിലേക്ക് വന്നതിൽ. ഈ കാഴ്ചകൾ നിങ്ങളെയും കാണിക്കാൻ ഉള്ള ഒരു അവസരം നമ്മുടെ ജെസിക്കുട്ടിയുടെ വാക്കുകളിലൂടെ
തിരിച്ച്. ഹലോ പ്രകാശ് ആൻഡ് ബാബുട്ട, ഹേമ, സന്ദീപ് എല്ലാവരും വന്നിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷം. അപ്പൊ നമ്മളിവിടെ ഫ്ലോട്ടി റെസ്റ്റോറന്റ് അടുത്ത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചില്ലീസ് ഫ്ലോട്ടി റെസ്റ്റോറന്റ് ആണ് നിങ്ങളുടെ കൺമുമ്പിലുള്ളത്. നമ്മളിവിടെ ഓർഡർ ചെയ്തിരിക്കുന്ന ശരവണ ഭവന്റെ ഫ്ലോട്ടി റെസ്റ്റോറന്റിലാണ്. എന്തായാലും ഒരു 4 കോഫിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവിടെ നിന്ന് അതാ ഒരു ദൂരേക്ക് നോക്കുമ്പോ കണ്ടൊരു അത് പറഞ്ഞു. അന്നമിച്ച് സമ്മതിക്കുന്നില്ല കോഫി മാത്രം പറയാനായിട്ട്. അപ്പൊ 4 കോഫിയും 2 സാൻഡ്വിച്ച്, ഒരു എന്താണ് പക്കോട, ഓനിയൻ പക്കോടയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. മൈക്കിളേട്ടന് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ നമ്മുടെ പ്രകാശ് ചോദിച്ചത് പ്രകാരം ഞങ്ങൾ മൈക്കിളേട്ടനോട് ചോദിച്ചു കോഫി വേണം. അപ്പൊ ഇപ്പൊ കുടിച്ചുള്ളൂ എന്നാ പറയുന്നത്. എന്തായാലും നമ്മള് ചോദിച്ച് പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ അവിടെ നിന്ന് 2 ബോട്ടാണ് കടന്നു വരുന്നത്. അവർ ഈ മനോഹരമായ ദൃശ്യം കണ്ടുകൊണ്ടാണ് വരുന്നത്. അവരുടെയൊക്കെ മനസ്സിൽ എന്തായിരിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും എന്റെ മനസ്സിൽ നിറയെ സന്തോഷമാണ്. ഞാനിവിടെ ഒരു മരുഭൂമി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആ ദൃശ്യം മനോഹരമായി കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കടൽ തീരമാണ്. അല്ല, എനിക്ക് മരുഭൂമിയായിട്ട് തോന്നുന്നത് കാരണം എന്ന് വെച്ചാൽ അവിടെ 3 or 4 ഒട്ടകമുണ്ട്. ഒട്ടകത്തെ കാണുമ്പോൾ എനിക്ക് മരുഭൂമിയായിട്ട് കാണുന്നുള്ളൂ. 4 അല്ലല്ലോ, അതിൽ കൂടുതലുണ്ടല്ലോ ഇല്ലേ? ഓരോ കൂട് കെട്ടിവെച്ചിരിക്കുന്നതും ഓരോ ഒട്ടകത്തിന് വേണ്ടിയിട്ടാണ് തോന്നുന്നത്. ശരിക്കും അവിടെ നേരിട്ട് പോയാൽ എനിക്ക് അവിടെ നിന്ന് പോരാൻ തോന്നുന്നില്ല. കൊണ്ടു നടക്കും. അതിന് വേറെ ചാർജ് ഉണ്ടാവുമായിരിക്കും. എന്തായാലും ഈ നാട്ടിലുള്ളവർക്കും ഒരു ബിസിനസ് തന്നെയാണ് ഇത്. കരിക്ക് ഒട്ടകത്തിന് എന്തിനാ അങ്ങനെ നിർത്തിയിരിക്കുന്ന ഏട്ടാ? അതിൽ സവാരി ഉണ്ടോ? സവാരി. അതെങ്ങനെയാ? ചാർജ് എങ്ങനെയാണ്? ഓ, ഒരാൾക്ക് 200 രൂപയും ഒട്ടകത്തിൽ സവാരി ഉണ്ട്. അത് എത്ര ദൂരമാണ് പോകുന്നതെന്ന് അറിയാവോ? കുറച്ച് ദൂരം പോകും. അപ്പൊ ഒരാൾക്കാണെങ്കിൽ 200 രൂപ, 2 പേര് കയറിയാലും 300 രൂപയാണ് അതിന്റെ റേറ്റ്. എന്തായാലും ഇവിടെയുള്ള ആളുകൾക്ക്, സാധാരണ ആളുകൾക്കാണേലും അവർക്ക് ജീവിക്കാനുള്ള ഒരു മാർഗം തന്നെയാണ്. അപ്പൊ എല്ലാവരും പൂവാർ റിസോർട്ടിലേക്ക് വരിക. ഞങ്ങൾ പത്മ എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. ഇന്ന് ഒരു 12 മണിയായപ്പോഴത്തേക്ക് നമ്മൾ എത്തിക്കാണോ അല്ലേ? ഞങ്ങളൊരു 12 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെ സുഭിക്ഷമായ ഉച്ചയ്ക്ക് നല്ല ഭക്ഷണമൊക്കെ ആയിരുന്നു. കൊഞ്ച് ഫ്രൈ, ഒരുപാട് പേര് കൂന്തല് അന്നമിച്ച് പറഞ്ഞുതരും. കൊഞ്ച് ഫ്രൈ, കൂന്തള്, വിളമീന്, കരിമീന്, പിന്നെ രസം, പുളിശ്ശേരി, പൈനാപ്പിൾ പുളിശ്ശേരി, വെണ്ടയ്ക്ക തോരൻ. അടിപൊളി ഫുഡായിരുന്നു. അപ്പൊ അടിപൊളി ഫുഡായിരുന്നു. എല്ലാരും വരണേ. തിരുവനന്തപുരത്ത് വന്നിട്ട് പൂവാറ്, തിരുവനന്തപുരം അന്നമിച്ചെ കോണ്ടാക്ട് ചെയ്യേണ്ട സുജാ പല്ലവി, സുജാ പല്ലവി. എന്നിട്ട് സുജാ പല്ലവി എല്ലാവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തോളൂ. മെസ്സിക്കുട്ടി തിരുവനന്തപുരത്ത് വിട്ട് പോണില്ല ഇപ്പൊ. എല്ലാ മാസവും വിസിറ്റാണ്. എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് അറിയില്ല. എന്നാലും ഞാൻ ഈ സന്തോഷത്തില് ഇവരോടൊപ്പം പങ്കുചേരാൻ വേണ്ടിട്ട് ഞാൻ 2 ദിവസം ലീവ് എടുത്തിട്ടൊക്കെയാ വന്നിരിക്കുന്നേ. എന്തായാലും ഈ ഒരു സന്തോഷം എങ്ങനെയാണ് നിങ്ങളോടൊപ്പം പങ്കിടേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ഒരു കുതിര അതിലൂടെ പോകുന്നുണ്ട് കേട്ടാ. ഒനിയൻ പക്കോട വന്നോ? അപ്പൊ ഒനിയൻ പക്കോട വന്നിട്ടുണ്ട്. ഇത്രയുണ്ടോ? ഞാൻ വിചാരിച്ചു ഒരെണ്ണം മതിയെന്ന്. ഒരെണ്ണമായിരിക്കും വിചാരിച്ച്. കാണിച്ചപ്പതേ നമ്മുടെ ശരവണ ഭവനിൽ നിന്നാണ് നമ്മുടെ ഒനിയൻ പക്കോട വന്നിരിക്കുന്നത്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയൂ, അഭിപ്രായം പറയൂ. നമ്മുടെ സുജാമ്മ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ശരവണ ഭവനിലെ പക്കോട? ശരവണ ഭവന്റെ ഫുഡോ അടിപൊളിയല്ലേ? നന്നായിട്ടുണ്ട്. ഉണ്ടോ? സോസൊക്കെ നന്നായിട്ടുണ്ട്. അവര് ചെയ്ത്. ഓക്കെ. അപ്പൊ നമ്മള് ഈ ഫ്ലോട്ടി റെസ്റ്റോറന്റ് ആണെങ്കിൽ പോലും നമ്മുടെ ഈ കടലമാവൊക്കെ ചേർത്തുണ്ടായി. കടലമാവൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയ ഒരു ഒനിയൻ പക്കോടയാണ് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതില് സോസൊക്കെ നല്ല ടേസ്റ്റും ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു സാൻഡ്വിച്ച് വന്നിട്ടുണ്ട്. സാൻഡ്വിച്ചും ഇത് രണ്ടായിട്ട്, ഇത് ഒന്നുകൂടെ ആയിട്ട് മുറിക്കാൻ മൈക്കിളേട്ടാ ഇത് കഴിക്കേ. വേണ്ട ചേട്ടാ വായോ, അത് കൊടുക്ക് പക്കോട. അപ്പൊ പ്രകാശ് നമ്മൾ മൈക്കിളേട്ടന് പക്കോട കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇത് മുറിപ്പിച്ച ഒന്നുകൂടെ മുറിപ്പിക്കൂ. അപ്പൊ നിങ്ങളും ഞങ്ങളുടെ ഈ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുക. അപ്പൊ വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ള സുജാമയാണ് ആദ്യം നമ്മുടെ പക്കോട ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. അതായത് അതിൽ കടലമാവൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്.
അതിൽ കടലമാവൊക്കെ ഉണ്ടെന്നാ പറഞ്ഞിട്ട് നന്നായിട്ടുണ്ട്. ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. 4 കോഫി വന്നിട്ടുണ്ട്. പാല് കുറഞ്ഞു കേട്ടോ. നല്ല കടുപ്പമുണ്ടല്ലോ. കൂടുതൽ വേണമല്ലോ. പാല് കൂടുതലാ. കോഫിക്ക് കടുപ്പം കൂടുതലെന്നാണ് നമ്മുടെ ബിന്ദു പറയുന്നത്. മധുരം കുറവാണെന്ന് സുജാമയും പറയുന്നുണ്ട്. ബില്ല് മക്കോടല് 440 രൂപ. 440. ഇതിനോ? ഇത് മൊത്തം ബില്ല് എത്രയാ? 800. ഞാൻ പേഴ്സ് കൊടുത്തില്ല. നമ്പർ കാണുണ്ടോ? ചില്ലറ എടുത്തിട്ടുണ്ടായിരുന്നു. സിമിട്ട് പറഞ്ഞു ഏതെങ്കിലും ആവശ്യത്തിന് വെച്ചേരാ മമ്മി. കാര്യം രുചിക്കുണ്ടെങ്കിൽ നമ്മുടെ ബില്ല് വന്നപ്പോ നമ്മളെല്ലാരും തകർന്നു കേട്ടോ. അയ്യോ, കോഫി ഓക്കെ 200 രൂപ നാലെണ്ണം. പക്കവടക്ക് മാത്രം 440 രൂപയാണ്. ആണോ? സാൻഡ്വിച്ചിനാണ് 440. പക്കോടക്ക് എത്രയാ ബിന്ദു? പക്കോടക്ക് 220. ഇത് മാത്രം മതിയായിരുന്നല്ലേ? വെജായിരുന്നു. ഒരെണ്ണം എടുത്തോ. എന്നാലും ഇത്രയും സാധനങ്ങൾ നമ്മൾ കഴിച്ചപ്പം സാൻഡ്വിച്ച് അവർ ഒന്നുകൂടെ ചെറുതാക്കി തന്നു. ബില്ല് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ക്ഷീണം വന്നത്. 840 രൂപയാണ്. സാൻഡ്വിച്ച് ഭയങ്കര റേറ്റ് ആയിട്ട്. ടു മച്ച്. ഫ്ലോട്ടിംഗ് ബോട്ടിലായത് കാരണമാണോ? 2 piece bread and this much you are taking. It's too much, no? फ्लोटिंग रेस्टोरेंट फ्लोटिंग रेस्टोरेंट तो क्या? फ्लोट भी नहीं हो रहा है ना? फ्लोट भी नहीं हो रहा, हिलता भी नहीं. നമ്മുടെ ഇത് ഹിന്ദിയിലൊക്കെ അവരെ തകർത്ത് വാരുന്നുണ്ട്. ബില്ല് റേറ്റ് കൂടിയെന്നുള്ള ടോട്ടലാണോ? ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ആയതുകൊണ്ടാണ്. ഇൻക്ലൂഡിങ് റേഞ്ച് ഇല്ല. കഴിക്കൂ സുജാമേ. അതിന്റെയാണോ ഇത്? ശരവണ. ഇതിന് ചില്ലി അപ്പൊ ഫുഡ് ഉണ്ടാക്കുന്നത് നിങ്ങൾ തന്നെയാണോ? ഇവിടെ വെച്ച് തന്നെ രണ്ടും ഒരേ കമ്പനി ഒരേ ബ്രെഡ് ഭയങ്കര വിലയായി കേട്ടോ. നെക്സ്റ്റ് ടൈം വരില്ല. ചേട്ടാ ബ്രെഡ് വേണ്ടേ? വില കിട്ടിട്ടാണോ? കുഴപ്പമില്ല. നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകതയുണ്ട്. നല്ല ഭക്ഷണം കഴിച്ചിട്ട് എന്നാലും എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കും. അതിനുള്ള കച്ചവടം ഇല്ലല്ലോ ചേട്ടാ. അത് ഞാൻ കാണുന്ന മരുഭൂമി നിങ്ങളെയും കാണിക്കുകയാണ്. ഇത് മരുഭൂമിയൊന്നും അല്ല കേട്ടോ. ഞാൻ അവിടെ ഒട്ടകത്തെ ഉള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും ആ മരുഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നത്. നിങ്ങൾ വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒട്ടകത്തെ കാണുന്നുണ്ട് സുഹൃത്തുക്കളെ നിങ്ങള്? ഞാൻ ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കണ കാരണം എനിക്കിത് വ്യക്തമായി കാണുന്നില്ല. ബോട്ട് സ്പീഡിൽ പോണം. വെള്ളം ചായ ചായ ആ കുടിച്ചതാണോ? അതാണ് ഇത് തന്നെയാണോ?
ഇവിടെ വേറെ റിസോർട്ടുകളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. നമ്മൾ ഇത് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള പോലെ തോന്നുന്നുണ്ട് അല്ലെ ഇതൊക്കെ, ഈ ഒരു സ്ഥലങ്ങളൊക്കെ അല്ലേ? സിനിമയിലും സീരിയലിലൊക്കെ ഉള്ള വലിയൊരു റിസോർട്ടുകളാണെന്ന് മണല് കൂട്ടിയിട്ടിരിക്കുന്നതാണ്ടോ? കടലിലെ മണൽ ഖനനം കടലില് അത് നിർത്തിയിട്ടിരിക്കുന്നതാണ്. ഞാനത് വായിച്ചിരുന്നു. കൊല്ലത്ത് നാളെയാണ് കടലും കായലും കൂടി ജോയിന്റ് ആവുന്ന സ്ഥലമാണ് പുഴി എന്ന് പറയും. അപ്പൊ നോക്ക് അവിടെ തിരയടിക്കുന്ന കാണാം ദൂരെ എങ്ങ്. അവിടെ ഫുട്ബോളും കളിക്കുന്നുണ്ട് പിള്ളേര്. പൊഴി മുറിഞ്ഞു എന്ന് പറഞ്ഞു നമ്മുടെ റിസോർട്ടില് കുട്ടികൾ പറഞ്ഞു. പൊഴി മുറിഞ്ഞു അവരുടെ അവിടെ ഉള്ള കൈത്തോടുകളെല്ലാം വെള്ളം ഇല്ലാതായി. വെള്ളം അങ്ങ് പ്രകാശ് സാമുവൽ എന്ത് പറയുന്നു അന്നമിച്ച് ചോദിക്കുന്നുണ്ടേ. പ്രകാശ് സാമുവൽ ജയൻഗോപിയൊക്കെ വന്നിട്ടുണ്ട്. നമസ്കാരം ജയൻഗോപി. ആരാണ്? അപ്പൊ ഇപ്പൊ വന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം. ഞങ്ങളിവിടെ പൂവാറ് പത്മ എന്ന റിസോർട്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിനുശേഷം അവരൊരു ബോട്ടിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ബോട്ടിങ് വളരെ കണ്ടൽക്കാടുകളിലൂടെയൊക്കെ കടന്നു വന്നിട്ട് അതിനുശേഷം ആനപ്പാറ എവിടെയാ ഇത്? ഇവിടെ നമ്മള് ഒരു ആനപ്പാറ എന്ന് പറയാം. ആനയുടെ ഷേപ്പിലാണ് ഒരു, നിങ്ങൾക്ക് ദൃശ്യം കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാണാൻ പറ്റും. ആനപ്പാറ ഒരു ആന കുനിഞ്ഞ് മണ്ണിൽ തലകുത്തി നിൽക്കുന്ന പോലെയൊക്കെയാണ് നമുക്ക് ദൃശ്യത്തിൽ കാണുന്നത്. എന്നാലും കുട്ടികളൊക്കെ അവിടെ നിന്ന് കുറച്ചു പേര് കളിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെയും കുട്ടിക്കാലമൊക്കെ ഇങ്ങനെ ഓർത്ത് വരുവാണ്. മണ്ണിൽ കളിക്കുന്നതും പറമ്പിലൊക്കെ ഓടി ചാടി കളിക്കുന്നതൊക്കെ. അപ്പോൾ ഒരു ഫാമിലി വേറൊരു ഹൗസ് ബോട്ടിലൂടെ പോയിട്ടുണ്ട്. അവർക്ക് വളരെ എങ്ങും കാണാത്ത ഒരു കാഴ്ചയായിട്ട് അവർ ആ കുട്ടികളെയൊക്കെ കൗതുകത്തോടെ നോക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവർ മലയാളികളല്ല തോന്നുന്നു. ഹിന്ദിയാണോ സംസാരിക്കുന്നതെന്നൊരു സംശയമുണ്ട്. ആണോ ബിന്ദു? അതെ, അവർ ഹിന്ദിയാണ് സംസാരിക്കുന്നത്. അപ്പൊ കാണാൻ പറ്റത്തില്ല അല്ലേ? കമന്റൊക്കെ വായിച്ചേ. കണ്ണട ശരിയല്ലാത്ത എന്റെ ജെസി ചേച്ചിയെ ഇജ് ആ ഗ്ലാസ് എടുത്ത് മാറ്റിയെന്ന് പറയുന്നുണ്ട് ജയൻഗോപി. ജയ ഒരുപാട് സന്തോഷം കേട്ടോ. പാവം സുജ ചേച്ചിക്ക് നീന്തൽ അറിയാമോ ആവോ? നീന്തൽ പോയിട്ട് നീന്തൽ എന്താന്ന് പോലും അറിഞ്ഞൂടാ. പൊഴി എന്ന് ജയൻഗോപി പറയുന്നുണ്ട്. വളരെ സന്തോഷം ജയ. സുഖമായിട്ടിരിക്കുന്നോ? ഹായ്, അറിയുമോ ചിപ്ടെക് ബാബുവേട്ടനോട് നമ്മുടെ പ്രകാശ്, അവര് തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. അതെ, ഇതെല്ലാം ഫ്ലോട്ടിംഗ് ഹൗസുകളാണ്. ഇത് ഐലൻഡ് ഹൗസ്. നെറ്റിന്റെ ഇഷ്യൂ. റെസ്യൂം തന്നെയല്ലേ അത്? റെസ്യൂം അല്ല ഇത്. നമ്മളിപ്പോ കാണുന്നത് ഐലൻഡ് ഹൗസുകളാണ്. ഫ്ലോട്ടിംഗ് ഹൗസ്. അതെ, ഐലൻഡ് ഫ്ലോട്ടിംഗ് ഹൗസുകളാണ്. ഇത് പണി പൂർത്തിയായതാണോ എന്നൊന്നും അറിയില്ല. പൂർത്തിയായതും ഉണ്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഫ്ലോട്ടിംഗ് ഹൗസുകളിലൊക്കെ താമസിക്കുമ്പോ ഒരു പ്രത്യേക സുഖമായിരിക്കും. ഉണ്ടെന്ന് തോന്നണം അല്ലേ? നല്ല രസമുണ്ടല്ലേ? ഇവിടെ ഒരു ദിവസം തീർച്ചയായിട്ടും നിങ്ങളും വരിക. ഈ ഒരു സ്ഥലങ്ങളൊക്കെ കണ്ട്. ഇവിടെ ഒരു ഹാർബർ ഉണ്ട്. ആ കല്ലിനെന്തോ പറയുമല്ലോ. അതിനെന്തോ ആ കല്ലിനെന്തോ പറയുമല്ലോ ചേട്ടാ? ആ കല്ലിന് ആ മൂന്ന് മുട്ട് കല്ല്. വെള്ളം കടൽ വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അവര്. ചെയ്തിട്ടില്ല.
ഇവരൊക്കെ യാത്രയൊക്കെ കഴിഞ്ഞ് പോവാണ്. ഇതൊന്ന് പെരുന്നാളായ കാരണം നമ്മുടെ ദീവാത്തും സൈനബയും ഒക്കെയാണ്, നസീം ഒക്കെ, നാസറൊക്കെയാണ് ഇപ്പൊ ടൂറിന് വേണ്ടി വന്നേക്കണത്. നമ്മൾ വീണ്ടും കണ്ടൽക്കാടുകൾ കാണുന്നുണ്ട്. ഇവിടെ ഒരു പള്ളി കാണുന്നുണ്ട്, കുരിശുപള്ളി. എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടാണ് ഇരിക്കുന്നത്. ഞങ്ങളും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടൊക്കെയാണ് ഇരിക്കുന്നത്. അവിടെ നടുക്കും വേറൊരു കുരിശുപള്ളി കാണുന്നുണ്ട്. എല്ലാവരും ക്യാമറയില് അവരുടെ സ്വന്തം ക്യാമറയിൽ ഓരോ ദൃശ്യങ്ങളും പകർത്തിക്കൊണ്ടാണ് പോകുന്നത് കേട്ടോ. എങ്ങനെ പകർത്താതിരിക്കും എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. കാരണം ഇത്രയും സുന്ദരമായ ഈ ഒരു സ്ഥലമൊക്കെ നമ്മൾ എങ്ങനെയാണ് കൈവിട്ട് പോകുന്നത്. ഇന്നൊക്കെ നമുക്ക് ക്യാമറയുണ്ട്, അതിൽ ദൃശ്യങ്ങൾ പകർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അന്നമ്മച്ചി ചോദിക്കണ ചക്കര അവിടെ ഉണ്ടോന്ന് ചോദിക്കുന്നത്. മേരിമാത മദർ മേരിമാത സ്റ്റാച്ചു ആണ്. ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് തമിഴ്നാടാണത്രേ. ഓ ശരി. ഈ സ്റ്റാച്ചു തുടങ്ങിയോ? കൊല്ലങ്കോട് തുടങ്ങി. അപ്പൊ നമ്മൾ തമിഴ്നാട് അതിർത്തിയിലാണ് വന്നിരിക്കുന്നേ, കേരളത്തിൽ നിന്ന്. എന്റെ യേശുവേ, നമ്മളിപ്പോ 60 കിലോമീറ്റർ കഴിഞ്ഞ കന്യാകുമാരി. ഇടക്കിടക്ക് പള്ളികളൊക്കെ കാണുന്നുണ്ട്. പറയൂ, ഫ്ലാറ്റ് വാങ്ങിച്ചോ ഈ തിരുവനന്തപുരത്ത്? അതെ അതെ അതെ, എന്നെ തിരുവനന്തപുരം കാര്യമാക്കാൻ വേണ്ടിട്ട് അന്നമ്മച്ചി ശ്രമിക്കുകയാണ്. അതിലേറെ സന്തോഷം എനിക്കുണ്ട്. ഇവരുടെയൊക്കെ ഒപ്പം സമയം ചെലവഴിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നു. ബോട്ട് സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. മദർ മേരി സ്റ്റാച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു കല്ലൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് അവിടെ. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. എനിക്കിവിടെ ശബ്ദം എന്താണ്, യമഹയുടെ മോട്ടറിന്റെ ശബ്ദവും പിന്നെ വെള്ളം സ്പീഡിൽ പോകുന്ന കാരണം തിരയടിക്കുന്ന ശബ്ദം ഉള്ളതുകൊണ്ട് എനിക്ക് വ്യക്തമല്ല. നിങ്ങൾക്ക് ഇതെല്ലാം കാണാം, കാഴ്ചകൾ കാണാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എന്തോ കോക്കനട്ട് ഐലൻഡ്. ഇതെന്താ ചേട്ടാ? ഇതെന്താ പള്ളി? ക്ലബ് മഹേന്ദ്ര ഹോട്ടലിന്റെ ഒരു ക്ലബ് മഹേന്ദ്ര. ഓക്കെ ഓക്കെ. എന്തായാലും അത് വേറൊരു റിസോർട്ടാണല്ലേ. കേരവൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് ഞങ്ങളുടെ അവിടെയൊന്നും ഇപ്പൊ കാണുന്നില്ല. ഇപ്പൊ ഇതുപോലേക്ക് ഇവിടെ വന്നിട്ട് വേണം ഇതൊക്കെ കാണാനായിട്ട്. ആ ഒരവസ്ഥയാണ്. സന്ധ്യ മയങ്ങി വരുന്ന പറഞ്ഞാൽ ആ ഒരു ലൈറ്റിന്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വ്യക്തമായി കാണുന്നുണ്ടോ? നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഇത് ഷെയർ ചെയ്ത് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് പൂവാർ റിസോർട്ടിലേക്ക് വരാനായിട്ടൊക്കെ ഒന്ന് പറയുക. ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നതോടൊപ്പം ഇനിയും ആളുകൾ ഇവിടെ വരട്ടെ എന്ന് ഞാനും ഈ ഒരു അനുഭൂതി അവരും ആസ്വദിക്കട്ടെ എന്ന് പ്രകൃതി രമണീയമായ ഈ കണ്ടൽക്കാടുകളിലൂടെയും എന്താണ് തെങ്ങ് നിരന്ന് നിൽക്കുന്നത് കാഴ്ചകളിലൂടെയും ബോട്ടുകൾ പോകുന്നതും വളരെ നൊസ്റ്റാൾജി തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള കാഴ്ചകളാണ്. ഇപ്പോൾ ഇവിടെ ഒരു മീൻകാരൻ ചേട്ടൻ അവിടെ നിൽപ്പുണ്ട്, ചൂണ്ടയിട്ടുകൊണ്ട് നിൽപ്പുണ്ട്. ആ ചേട്ടൻ ഇന്ന് വീട്ടിലേക്കുള്ള കറിക്ക് വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുന്നതാണോ അതോ വിൽക്കാൻ വേണ്ടിയിട്ട് ചൂണ്ടയിടുന്നതാണോ എന്നറിയില്ല. നമുക്ക് ചോദിക്കാം ചേട്ടൻ്റെ അടുത്ത്. ഇവിടെ ചൂണ്ടയിട്ട് വറുത്ത് തരും എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഞങ്ങൾക്ക് ഒരു ചൂണ്ട പോലും തന്നില്ല. ചേട്ടാ മീനുണ്ടായില്? മീനുണ്ടാ? ഇല്ല, ഇതുവരെ മീനെ കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നണ ഈ ചേട്ടൻ ഇപ്പോഴെങ്ങാണ്ടും വന്നാണെന്ന് തോന്നുന്നു.
എന്തായാലും അച്ഛന് കിട്ടട്ടെ. കണ്ടിട്ടൊരു ബംഗാളിയെ പോലെ ഉണ്ട്. ഒരു വെള്ളക്കൊക്ക്, ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കണ്ടൽക്കാടുകള്. കൊക്കെ ഇങ്ങോട്ട് നോക്ക്. കിളികളൊക്കെ കൂട്ടിലേക്ക് അണയുന്നതാണോന്ന് അറിയില്ല. കൊക്ക് ചാളയുണ്ടോന്ന് നോക്കുവാന്ന്. അതുകൊണ്ടാണ് നോക്കാഞ്ഞത് അല്ലേ? ആ വെള്ളക്കൊക്ക് ചാളയുണ്ടോന്ന് നോക്കുമായിരുന്നെന്നാണ് സുജാമയുടെ നിഗമനം. നമ്മൾ വീണ്ടും ഇവിടെ കണ്ടൽക്കാടുകൾക്കിടയിൽ ഒളിഞ്ഞു നിൽക്കുന്ന വെള്ളക്കൊക്കുകളെ കാണും. നീർക്കാക്കയുണ്ട് ഇവിടെ. നീർക്കാക്ക, നീർക്കോഴി, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് ഇത് പുതുമയുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾക്ക് ഇത് അത്ഭുതത്തോടെ. ഏത് സീകള്? സീകളെവിടെ? ഓക്കെ, സീകള്. ബോട്ട് കണ്ടപ്പോ അത് പേടിച്ചു. അതുപോലെ മറ്റേതാ ഫ്ലെമിംഗോ പോലെ. ചേച്ചിക്ക് ഷെയർ കൊടുക്കുന്ന എവിടെയാ? ഇല്ലേ, ഷെയർ ബട്ടൺ ഇല്ലേ? ഞാൻ ഇന്ന് ആദ്യമായിട്ട് ആണോ? അത് സേവ് ചെയ്ത് കഴിയുമ്പോ സേവ് ചെയ്യാം. മത്സ്യബന്ധനത്തിനായിട്ട് ഇറങ്ങുന്ന ചേട്ടന്മാരാണോ അത്? നമ്മൾ ഇപ്പോൾ മുന്നിൽ കാണുന്ന ഒരു ബോട്ട് നടന്ന് നീങ്ങുന്നുണ്ട്. അതില് ആളുകളാണോ ഇരിക്കുന്നത് അതോ ആളുകളാണോ ഇരിക്കുന്നത്? ആളുകളാണ്. അപ്പൊ എനിക്ക് തോന്നണം അവര് മത്സ്യബന്ധനത്തിന് പോവുകയാണെന്ന് തോന്നണം. വലിയൊരു കണ്ടൽക്കാടിന്റെ കൂട്ടം. കാഴ്ചകളൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്നതൊന്നും അല്ല കേട്ടോ. ഏതാണ്ട് കലാകാരന്റെ വരകളിലൂടെ പോയിട്ടുള്ള ചിത്രങ്ങളായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇതെല്ലാം ഒറിജിനലാ. ദൈവം നമുക്ക് വേണ്ടി പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന എത്ര സുന്ദരമായ കാഴ്ചകളാണ് ഈ കാണുന്നത്. നോക്കി. ഏതാണ്? വെക്കേഷന് കുഞ്ഞുങ്ങളായിട്ട് വന്ന് ഇതിനെന്തൊരു പേരുണ്ടല്ലോ, ഗോഗോ ലാൻഡ് റിസോർട്ട്. ഗോഗോ ലാൻഡ് റിസോർട്ടാണ് നമ്മൾ ഇത് കാണുന്നത്. ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല. ലൈഫ് ജാക്കറ്റൊക്കെ ധരിച്ചിട്ട് അവര് യാത്ര ചെയ്യുന്നതാണ്. നമ്മൾ വിചാരിച്ച് മീൻകാരാണെന്ന് ഓർത്ത്. മീൻകാരല്ല കേട്ടോ അത്. കുറെ ബോട്ടുകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. വന്നോ നമ്മുടെ റിസോർട്ട് എത്തിയോ? ഇവിടേക്ക് നോക്കി. കാർ പാർക്കിംഗ് പോലെയാണ് നമ്മുടെ ബോട്ട് പാർക്ക് ചെയ്തിരിക്കുന്നത്. നോക്കി, എന്ത് രസാ നോക്കി. കിങ് ഫിഷർ ബോട്ട് ക്ലബാണ്. ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ നിരത്തുകളിലൊക്കെ കാർ പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന പോലെയാണ് ഈ വെള്ളത്തില് ബോട്ടുകൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. മനോഹരമായ ബോട്ടുകൾ, പല തരത്തിലുള്ളത്, പല നിറങ്ങളിലുള്ളത്, കൊച്ചു ഫൈബർ ബോട്ടുകൾ എല്ലാം ഉണ്ട്. നമ്മുടെ സൂര്യൻ കാർമേഘത്താല് മറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് കാരണം സൂര്യൻ അങ്ങനെ കാണാൻ പറ്റുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ സൂര്യന്റെ ആ ഒരു അസ്തമയം കൂടി നമുക്ക് കാണിച്ചു തരാമായിരുന്നു, സാധിച്ചില്ല. ആ കാർമേഘം മറഞ്ഞു നിൽക്കുന്നതുകൊണ്ടായിരിക്കും നിങ്ങൾക്കും ഈ ദൃശ്യങ്ങൾ വളരെ ഭംഗിയായിട്ടാണ് കാണുന്നതെന്ന് തോന്നുന്നു.
വന്നിട്ട് ഒളിച്ചു പോയപ്പോ ആലോചിക്കണമായിരുന്നു. എനിക്ക് ഹാപ്പിയായി. നിങ്ങളുടെ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. ചിപ്ടക് ബാബുയേട്ടൻ പറയുന്നുണ്ട്. ഒരുപാട് സന്തോഷം. സുജാമ എന്റെ പേര് വരെ മറന്നു. പേര് പറഞ്ഞല്ല, നമ്മുടെ ബോട്ട് ഓടിക്കുന്ന ചേട്ടന്റെ പേരാ മറന്നുപോയത്. ചേച്ചി ഹാപ്പിയാണല്ലോ. തീർച്ചയായും ചേച്ചി മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ്. നിങ്ങളുടെ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. അങ്ങനെ ഇത് എവിടെയാ സ്ഥലം? വേലായുധം കുട്ടി പാലക്കാട് ചോദിക്കുന്നു. ഇത് തിരുവനന്തപുരത്ത് പൂവാർ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടുത്തെ നമ്മള് ഒരു റിസോർട്ടിൽ ഇന്ന് സ്റ്റേ ചെയ്യണം. നമ്മുടെ RJ ജെസ്സിന്റെയും ഒക്കെ എന്റെ കൂടെയും അന്നമ്മച്ചിയുടെ കൂടെയും ബിന്ദുവിന്റെ കൂടെയുണ്ട്. ബിന്ദു ജെസ്സിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ്. അങ്ങനെ ഞങ്ങള് ജെസ്സിന്റെ ഇങ്ങോട്ട് വിളിച്ചു. ഇവിടെ ഒന്ന് സന്തോഷിക്കാൻ ഒരു അവസരം ജെസ്സിക്കും കൂടെ നമ്മൾ ഒരുക്കി കൊടുക്കുകയായിരുന്നു. എന്തായാലും ജെസ്സിക്ക് കൈമാറാം. വീണ്ടും നമ്മള് കണ്ടൽക്കാടുകൾക്കിടയിലൂടെയുള്ള യാത്രയാണ്. എന്താ പറയാ അല്ലേ, നിങ്ങളും ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നു എന്ന് അറിയുമ്പോഴത്തേക്കും ബാബുവേട്ട, പ്രകാശ്, ജയൻ, ഒരുപാട് ആൾക്കാരുടെ പേരുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. ഞാൻ ഒരു കൂളി ക്ലാസ് വെച്ചിരിക്കുന്ന കാരണം നിങ്ങൾ എഴുതിയിരിക്കുന്നതൊന്നും എനിക്ക് വായിക്കാൻ പറ്റാത്തതുകൊണ്ട് സുജാമയെ കൊണ്ടാണ് ഞാൻ ഇതൊക്കെ വായിപ്പിക്കുന്നത് കേട്ടോ. ഒരു അന്തയെ പോലെയാണ് ഞാൻ ഇരിക്കുന്നത്. വലിയ സ്റ്റൈലൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നത്. ബാക്കി വന്ന ഒരു പക്കോടെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു തൂക്കുപാലമാണെന്ന് തോന്നുന്നു നമ്മൾ കാണുന്നത്. ശരിക്കും പാലമാണോ? ഇത് മറ്റേ നേവിക്കാരുണ്ടാക്കിയ പാലം പോലെ ഉണ്ടല്ലോ അല്ലേ? അപ്പൊ ആ പാലത്തിന്റെ അടിയിലേക്ക് കൂടിയാണ് നമ്മുടെ ഈ ബോട്ട് പോകുന്നത്. ഇവിടെ മൊത്തം റിസോർട്ടുകളാണ്. എന്ത് ഭംഗിയുള്ള റിസോർട്ടുകളാന്ന് നോക്കിയേ. ഈ പാലത്തിന്റെ അടിയിലേക്ക് കൂടിയാണ്. താമരയാണോ? ആമ്പലം നിറഞ്ഞിരിപ്പുണ്ട് കേട്ടോ. എനിക്കൊന്ന് രാവിലെ വിരിഞ്ഞിട്ടുണ്ടെന്ന് തോന്നണ. ഒരു പിങ്ക് കളറൊക്കെ കാണുന്നുണ്ട്. വേറെ എന്തെങ്കിലും വീണ്ടും ഒരു ഇരുമ്പ് പാലത്തിന്റെ അടിയിലേക്ക് കൂടിയാണ് നമ്മുടെ യാത്ര. അതിലൊരു തൂണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അത് ഇതിൽ യാത്രക്കാരുണ്ടോ എന്നൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു. എവിടെ തലകുത്തി നിന്ന് മീൻ പിടിക്കുന്ന കിളിയെയാണ് ഇപ്പൊ സുജാമ വിവരിച്ചത്. ആ കിളിയുടെ പേരൊന്നും അറിയില്ല. കിളിയാണോ? ഈ ഒരു സന്ധ്യ മയങ്ങുന്ന നേരത്തെ ഇതിലൂടെയുള്ള യാത്ര അതിനേക്കാളും സുന്ദരമായിട്ട് തോന്നുന്നുണ്ട്. ചില മീനുകളൊക്കെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ശരിക്കും പ്രകൃതിയുടെ ശബ്ദം മാത്രമേ നമ്മളിവിടെ കേൾക്കുന്നുള്ളൂ. നല്ല രസമുണ്ട് കാണാൻ. വീണ്ടും നിറയെ കണ്ടൽക്കാടുകള്. കണ്ടൽക്കാടുകളെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. നമ്മുടെ മണ്ണിനെ പിടിച്ചിർത്തുന്ന കട്ടിയുള്ള വേരുകളുള്ള ഒരു വൃക്ഷമാണ് കണ്ടൽക്കാടുകള്. അതിനകത്തല്ലേ കിങ് ഫിഷർ ഉണ്ടോ? നീലപ്പൊന്മാൻ. നീലപ്പൊന്മാന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അതിനെ കാണാൻ ഇച്ചിരി പടിയാണ്. സൂം ചെയ്ത് നോക്കാം. പറ്റുന്നില്ല. അയ്യോ, ഇത് എന്നെ തന്നെ കണ്ടു. തിരിച്ചോക്ക്. ക്യാമറ അല്ലല്ലോ.